Hello guys, welcome back to my YouTube channel Triple Five Angel Tarot Card Reading. മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വ്യക്തിയുടെ കറന്റ് ഫീലിംഗ്സും അതുപോലെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെയുമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ അതിന് പോണതിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ്. ഈ മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്, അതായത് ഈ മാസത്തിലെ മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. സോ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. വാട്സപ്പ് നമ്പർ, പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഒന്നില്ലെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ബാക്ക് ടു റീഡിങ്. സോ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത്. സോ ടോട്ടലി നമുക്കിവിടെ പറയാനാണെങ്കിൽ ഈ പേഴ്സൺ ഒരു ഹ്യൂജ് മാസീവ് ട്രാൻസ്ഫോർമേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹ്യൂജ് മാസീവ് ട്രാൻസ്ഫോർമേഷൻ, ബിക്കോസ് അത്തരത്തിലുള്ള ഒരു കാർഡ്സ് ആണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഫ്ലോപ്പായിട്ട് കിടക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോട് എന്താ പറയാ മെസ്സേജ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും മാനസികമായിട്ട് ശാരീരികമായിട്ടും അകന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും നമുക്കിവിടെ ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും, ഈ പേഴ്സന്റെ ഡീപ്പ് മൈൻഡില്, അതായത് ആഴമേറിയ ആ ഒരു ചിന്തകളിലും ഈ പേഴ്സന്റെ ആ ഒരു ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം നല്ല രീതിയിൽ ഉണ്ട്, അതെവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, അതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അത് പണ്ട് എങ്ങനെയാണോ ആ ഒരു സ്ഥാനം തന്നിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തിയുടെ സ്വഭാവത്തിലാണ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അതായത് നിങ്ങളായിട്ട് പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തൊട്ടുള്ള വ്യക്തിയല്ല പിന്നീട് അങ്ങോട്ട് നിങ്ങൾ കണ്ടത്. ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ, ഭാവവ്യത്യാസങ്ങൾ, സ്വഭാവ രീതികൾ, ചിന്താഗതികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഈ വ്യക്തിക്ക് വരുന്നുണ്ടായിരുന്നു. ദിസ് ഇസ് ബിക്കോസ് ഈ വ്യക്തിയുടെ ഫാമിലിയിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി പല രീതിയിലും നിങ്ങൾക്ക് പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടാകാം. അതായത് ഞാൻ ഇങ്ങനെ ചെയ്തോളാം, നിന്നെ കല്യാണം കഴിച്ചോളാം, നീ ജോലിക്ക് പോകണ്ട, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, എക്സെട്ര എക്സെട്ര. അങ്ങനത്തെ ഒരുപാടായിട്ടുള്ള എന്താ പറയാ ഒരു വാഗ്ദാനങ്ങൾ ഈ പേഴ്സൺ തന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ബലത്തിലും കൂടിയാണ് നിങ്ങൾ ഈ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പിലായതും. പക്ഷേ മുന്നോട്ട് പോകും തോറും ഈ പേഴ്സന്റെ കാര്യങ്ങൾ കൈവിട്ടു പോയ ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സന്റെ കരിയർ പരമായിട്ടുള്ള കാര്യത്തില് കംപ്ലീറ്റ് അട്ടർ ഫ്ലോപ്പായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് കംപ്ലീറ്റ്ലി തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് മേ ബി ഈ പേഴ്സൺ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ PSC ലിസ്റ്റിൽ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാമിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായത്. സോ ഈ പേഴ്സണ് പലതരത്തിലുള്ള ആ ഒരു ധൈര്യം ഈ പേഴ്സൺ ഉണ്ടായിരുന്നു. ഓക്കെ, ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ എനിക്ക് ഇത് ലഭിക്കും, അത്തരത്തിലുള്ള സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ ഒരു കർമ്മ പോലെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കർമ്മ എന്ന് പറയുന്നത് എപ്പോഴും അല്ലേ, നല്ല കർമ്മങ്ങളുണ്ട്, പക്ഷെ ഇവിടെ നമുക്കൊരു മോശകർമ്മമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അത് ഈ പേഴ്സന്റെ എക്സ് തിരിച്ചു വരികയോ, മുൻ കാമുകനോ കാമുകിയോ തിരിച്ചു വരികയോ, അങ്ങനെ നിങ്ങളിൽ നിന്നും വഴി തെറ്റിച്ച് ഈ വ്യക്തി പോവുകയോ, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പെട്ടെന്നുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ, ഓക്കെ, എന്തെങ്കിലുമൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടപ്പെട്ടു പോകാം. സോ അത് കംപ്ലീറ്റ്ലി ഒരു ബിഗ് സീറോ ആകുന്ന അവസ്ഥ. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇവിടെ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെ നല്ല രീതിയിൽ ബാധിച്ചു, അതായത് മോശമായിട്ടുള്ള രീതിയിൽ ബാധിച്ചു.
നിങ്ങളായിട്ടുള്ള പ്രണയബന്ധം പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു 100 പേര് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു 5-10 പേരുടെ കാര്യമാണ് എക്സ് ബാക്ക് സിറ്റുവേഷൻ പറഞ്ഞത്. അതായത് മുൻ കാമുകനോ കാമുകിയോ തിരിച്ചു വന്നു. അല്ലാത്ത ഭൂരിഭാഗം ആളുകളുടെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, കാരണം നമുക്കിവിടെ കൂടുതലും വരുന്ന എനർജീസ് ആണ് നമുക്കിവിടെ പറയാൻ സാധിക്കുകയുള്ളൂ. സോ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ കരിയർ പരമായിട്ടുള്ള നേട്ടങ്ങളാണ്. ബിക്കോസ് നമുക്ക് ഈ ഒരു കാർഡിൽ കാണാൻ പറ്റും വളരെ പ്രൗഡായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ലേ. താഴെ കയ്യടികളുണ്ട്, ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രാവൽ എന്ന് പറയുന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദ ഹോണറിങ് ഇവന്റ്സ്. അതായത് ഈ പേഴ്സൺ എന്തൊക്കെയോ ചെയ്തിട്ട് ഈ പേഴ്സണ് നല്ല രീതിയിലുള്ള വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ചിട്ട് അമിതമായിട്ട് ചിന്തിക്കുകയും പേടിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാഹചര്യമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വിഷമത്തിലല്ല. ഈ പേഴ്സൺ എന്തൊക്കെയോ നേട്ടങ്ങൾ നേടി അതിൻ്റെ പുറത്തുള്ള അഹങ്കാരത്തിലും അഭിമാനത്തിലും നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി ഈ പേഴ്സണെ കുറിച്ചുള്ള എന്തെങ്കിലും തരത്തിലുള്ള സന്തോഷ വാർത്തകൾ മറ്റാരെങ്കിലും വഴി നിങ്ങൾക്ക് അറിയാനുള്ള സാധ്യതകൾ കൂടുതലുമായി നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പൊ ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ മനസ്സിലേക്ക് ഏറ്റെടുത്തോളൂ, ക്ലെയിം ചെയ്തോളൂ. ബിക്കോസ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, മേ ബി അതിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് നാളുകളായിട്ട് എഫേർട്ട് ഇടുന്നുണ്ടാകാം, കഷ്ടപ്പെടുന്നുണ്ടാകാം, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കാം ഈ പേഴ്സൺ ഇതെല്ലാം ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ പ്രതീക്ഷ കൈവിടാണ്ട് പലതരത്തിലുള്ള മോശക്കേടുകൾ വന്നിട്ട് പോലും ഈ വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ്. കാരണം നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് കരിയർ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. കരിയറിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ആകുമ്പോൾ നിങ്ങളെ കുറച്ച് മാറ്റി നിർത്തേണ്ടി വരും. അതായത് നിങ്ങളിപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ അവൈലബിൾ ആവില്ല, നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഈ വ്യക്തിക്ക് റിപ്ലൈ തരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ പേഴ്സൺ സംസാരിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ ബിസി ആയിരിക്കും, നിങ്ങൾ വരുന്ന സമയത്ത് ഈ പേഴ്സൺ ഉണ്ടാവില്ല. ഈ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഒരിക്കലും ഈ പേഴ്സൺ സ്വയം ക്രിയേറ്റ് ചെയ്തതല്ല. ഈ പേഴ്സൺ ഒരു തീരുമാനമെടുത്തതാണ്. ബിക്കോസ് ഇത് ഇങ്ങനെ മതി. ചിലപ്പോൾ ഈ പേഴ്സന്റെ ട്രൂ ഇന്റൻഷൻ ഇതായിരുന്നു എന്നുള്ളത് നിങ്ങളോട് പോലും ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. കാരണം ചിലപ്പോൾ എങ്ങാനും വിജയിച്ചില്ലെങ്കിലോ എന്നുള്ള ചിന്തകൾ ഈ വ്യക്തിക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളോട് ഒരു സത്യവും തുറന്നു പറയാണ്ട് മാറ്റി നിർത്തിയ ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് പുതിയ തരത്തിലുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള കൂട്ടുകാര്, അതായത് ഈ പേഴ്സന്റെ കൂടെ മേ ബി ബിസിനസ് പാർട്ട്ണർഷിപ്പായിട്ട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ പേഴ്സണ് പുതിയ രീതിയിൽ ഗൈഡ് ചെയ്ത് പുതിയ വഴികാട്ടിയായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ടുണ്ടാകാം, പുതിയ ആൾക്കാരുടെ ഉപദേശങ്ങൾ തേടുന്നുണ്ടാകാം, പുതിയ കൂട്ടുകാരെ ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാകാം. ഒരു പുതിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും നമുക്കിവിടെ ദ പാർട്ട്ണർഷിപ്പിന്റെ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങളെ പൂർണ്ണമായിട്ടും അവോയ്ഡിങ് ആക്കുകയല്ല, തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് തന്നെ കമ്മിറ്റ്മെന്റ് ആകാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സന്റെ ട്രൂ ഇന്റൻഷൻ എന്ന് പറയുന്നത് പഴയ കാര്യങ്ങളെ കുറിച്ച് ഓർത്തോ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്തോ ഈ വ്യക്തി അമിതമായി ചിന്തിക്കുന്നില്ല. ഈ വ്യക്തിയുടെ മനസ്സിപ്പോ കംപ്ലീറ്റ്ലി ഈ വ്യക്തിയുടെ എനർജി നോക്കുകയാണെങ്കിൽ ഒരു ഫൺ അല്ലെങ്കിൽ വളരെയധികം അല്ലേ, നമുക്കിവിടെ ഒരു കൂട്ടം ആളുകൾ ഉല്ലസിക്കുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്ന ഒരു കാർഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എൻജോയ് ചെയ്യുന്ന ഒരു കാർഡ്. ഈ ഒരു സെയിം എനർജിയാണ് എനിക്ക് ഈ വ്യക്തിയിൽ നിന്നും കിട്ടുന്നത്. സോ ഈ പേഴ്സൺ ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരില്ല എന്നല്ല, പക്ഷേ ഈ പേഴ്സണ് നിങ്ങളുടെ ഫീലിങ്സ് ഉണ്ട്. ബട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ടൈം ആയിട്ടില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത്. മേ ബി ഈ പേഴ്സൺ ആയിട്ടുള്ള കല്യാണാലോചന നിങ്ങൾക്ക് ആലോചിച്ചപ്പോൾ
ചിലപ്പോൾ ഈ പേഴ്സന് ചെറിയ രീതിയിലുള്ള അപമാനങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ആണെങ്കിലും ഓക്കെ ഈ പേഴ്സന് പറ്റിയ ജോബൊന്നും ആയിട്ടില്ലല്ലോ, സോ എങ്ങനെ ഈ വ്യക്തി നിന്നെ നോക്കും എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാകാം. പലതരത്തിലുള്ള അവഗണനകൾ ഈ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അറിയാത്ത തെറ്റ്, ചെയ്യാത്ത തെറ്റിന് ഈ വ്യക്തി ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മോശപ്പെട്ട സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എവിടേക്കും ഈ പേഴ്സന്റെ കാലചക്രം അനുകൂലമായി വന്നപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ യൂണിവേഴ്സിന്റെ ആ ഒരു എനർജി കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെയാണ്. സോ നിങ്ങൾ വളരെ ദേഷ്യമായിട്ടും വിഷമമായിട്ടും ഇരിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈ പേഴ്സൺ വളരെയധികം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ്. ഈ മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്, 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് ഈ ഒരു പ്രൈസിൽ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അയച്ചാൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറയുന്നതായിരിക്കും. ആൻഡ് ഓൾസോ എൻ്റെ ഈ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.